ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ വന്നിരിക്കുന്ന പുതിയ ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ ഒരു അപ്ഡേറ്റ് ശരിയായി മനസ്സിലാക്കിയില്ല എങ്കിൽ പല ചാനലുകൾക്കും അവരുടെ ചാനലെല്ലാം നഷ്ടമാകാൻ ഇത് കാരണമാകും. അതിനാൽ തന്നെ ഈ ഒരു പുതിയ പോളിസിയെക്കുറിച്ച് എല്ലാ ക്രിയേറ്റേഴ്സും മനസ്സിലാക്കിയിരിക്കുക. നമുക്കെല്ലാവർക്കും അറിയാം, യൂട്യൂബിൽ ഒരുപാട് ഫാൻ ചാനൽസ് എല്ലാം ഉണ്ട്. അതായത് അവർ ഇഷ്ടപ്പെടുന്ന സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ അവരുടെ വിജയം സെലിബ്രേറ്റ് ചെയ്യുന്നതിനെല്ലാം വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഫാൻ ചാനൽസ് എല്ലാം യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇവ കൂടാതെ ഒരുപാട് തട്ടിപ്പുകാർ ചീറ്റിംഗ് എല്ലാം ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വ്യൂവേഴ്സിനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി ഒറിജിനൽ ചാനലാണ് എന്ന തരത്തിൽ ചാനലെല്ലാം ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് എല്ലാം തടയുന്നതിന് യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുന്ന പുതിയ അപ്ഡേറ്റ് ആണ് ഇംപേഴ്സണേഷൻ പോളിസി എന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു പോളിസിയിൽ പറയുന്നത് എന്ന് നോക്കാം. ഇനി ഏതെങ്കിലും ചാനലുകൾ, അതായത് ഫാൻ ചാനലെല്ലാം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ചാനൽ ഇത് നോൺ അഫിലിയേറ്റ് ചാനലാണ് എന്നത് മെൻഷൻ ചെയ്തിരിക്കണം. അതായത് ഇത്തരത്തിലുള്ള ചാനലുകൾ ഇത് നോൺ അഫിലിയേഷൻ ചാനലാണ് എന്നത് അവരുടെ ചാനൽ നെയിമിൽ അല്ലെങ്കിൽ ഹാൻഡിൽ നെയിമിൽ മെൻഷൻ ചെയ്തിരിക്കണം എന്നാണ് പുതിയ അപ്ഡേറ്റിൽ പറയുന്നത്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ യൂട്യൂബ് അണ്ടർസ്കോർ ഫാൻ എന്ന ഒരു ചാനൽ നെയിം ആണെങ്കിൽ ഇത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇതൊരു ഫാൻ ചാനലാണ് എന്നത്. എന്നാൽ എല്ലാ ചാനലുകളും ഇത്തരത്തിൽ നെയിം ചേഞ്ച് അല്ലെങ്കിൽ ഹാൻഡിൽ നെയിം ചേഞ്ച് ചെയ്യേണ്ടതില്ല എന്നും യൂട്യൂബ് ഈ അപ്ഡേറ്റിൽ പറയുന്നുണ്ട്. അതായത് ഒറിജിനൽ ചാനലാണ് എന്ന് കൺഫ്യൂസ് ചെയ്യിക്കാത്ത തരത്തിലുള്ള ചാനലാണെങ്കിൽ അവർക്ക് ഈ അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ ഇത്തരത്തിൽ പോളിസി വയലേറ്റ് ചെയ്തിരിക്കുന്ന ചാനലുകൾക്ക് അവർക്ക് യൂട്യൂബ് ഒരു നോട്ടിഫിക്കേഷൻ മെയിൽ സെൻഡ് ചെയ്യുന്നതായിരിക്കും. അതായത് അവരുടെ ചാനൽ നെയിം ചേഞ്ച് ചെയ്യണമെന്ന് മെൻഷൻ ചെയ്തുകൊണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നോട്ടിഫിക്കേഷൻ എല്ലാം യൂട്യൂബിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന ചാനലുകൾ അവർ അവരുടെ ചാനൽ നെയിം എല്ലാം ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. നിലവിൽ ഇത്തരത്തിൽ ഒറിജിനൽ ചാനലാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ചാനലുകൾക്ക് അവർക്ക് ഈ നെയിം ചേഞ്ച് എല്ലാം മാറ്റുന്നതിന് 60 ദിവസത്തെ സമയമാണ് നൽകിയിരിക്കുന്നത്. എല്ലാ ക്രിയേറ്റേഴ്സും ഈ ഒരു ഇംപേഴ്സണേഷൻ പോളിസിയെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുക. അതിനാൽ തന്നെ നിങ്ങളുടെ ചാനലിൽ മറ്റു വയലേഷൻസ് ഒന്നും സംഭവിക്കാതിരിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. ഇനി ഫാൻ ചാനൽസിന്റെ സേഫ്റ്റിക്ക് വേണ്ടി യൂട്യൂബ് നൽകുന്ന നിർദ്ദേശങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. ഒറിജിനൽ ചാനലിനെ റെപ്രസെന്റ് ചെയ്യുന്ന തരത്തിലുള്ള കണ്ടന്റ് ഒന്നും നിങ്ങളുടെ ചാനലിൽ ചെയ്യരുത് എന്നതാണ് പ്രധാനമായും യൂട്യൂബ് പറയുന്നത്. അതുപോലെ ഫാൻ ചാനൽ ഒരിക്കലും ഒറിജിനൽ ചാനലിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്രൊഫൈൽ അല്ലെങ്കിൽ ചാനൽ ബാനർ ഇവയൊന്നും അവരുടെ ചാനലിൽ യൂസ് ചെയ്യരുത് എന്നും യൂട്യൂബ് നിർദ്ദേശിക്കുന്നുണ്ട്. മൂന്നാമതായി പറയുന്നത് വ്യൂവേഴ്സിനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള കണ്ടന്റ് അല്ലെങ്കിൽ പോസ്റ്റുകൾ ഒന്നും ചെയ്യരുത് എന്നാണ്. അതായത് ഈ പോസ്റ്റ് ഇത് മറ്റാരോ പോസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കണ്ടന്റ് ഒന്നും ചെയ്യാതിരിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്